അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കരഞ്ഞുകൊണ്ടുവരുന്ന സത്താറിന്റെ ഭാര്യ അത് അവശയായി അവർ ആ റോഡിൽ തളർന്നു വീണു. എന്നാൽ ഷമ്മാസ് ദൂരെ നിന്ന് വരുമ്പോൾ ആ ഒരു കാഴ്ച കണ്ടു. അത് ഒരു സ്ത്രീ അവശയായി അവിടെ വീഴുന്ന രംഗമാണ്. റബ്ബേ, അവൻ പെട്ടെന്ന് തന്നെ വണ്ടി ഓഫ് ചെയ്തു അതിൽ നിന്നിറങ്ങി ഓടിയെത്തി. അത് വണ്ടിയിലുണ്ടായിരുന്ന ആ വെള്ളമെടുത്തു നേരെ ഇത്ത ഇത്ത പെട്ടെന്നാണ് ആ മുഖം തിരിച്ചു നോക്കിയപ്പോൾ അവന് മനസ്സിലായത് ഇത് മറ്റാരുമല്ല, ഇത് സത്താറിൻ്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം. അതെ ഇത്ത, അവൻ ആ കുപ്പിയിലെ വെള്ളമെടുത്ത് അവരുടെ മുഖത്തേക്ക് കുടഞ്ഞു. അല്ലാ അല്ലാ, എൻ്റെ എല്ലാം പോയല്ലോ. വളരെയധികം ദയനീയമായ രീതിയിലായിരുന്നു അവരുടെ ആ ഒരു സംസാരം. ശരിക്കും അവർ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അല്ലാ ഇത്ത, എന്ത് നിങ്ങൾക്ക് പറ്റിയത്? എന്നാൽ ഷമ്മാസ് പെട്ടെന്ന് തന്നെ അവരെ അങ്ങ് വാരിയെടുത്ത് വണ്ടിയിലേക്ക് കിടത്തി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ എന്തു പറ്റിയെന്നുള്ള ചോദ്യത്തിന് ഇവർ എന്തോ ഒരു തളർന്ന് വീണതെന്ന് തോന്നുന്നു. ശരിക്കും അവന് മനസ്സിലായി, അതെ അതുറപ്പാണ്, സത്താറിനെ പോലീസ് കൊണ്ടുപോയ ആ ഒരു ഷോക്കിലായിരിക്കും ഇവർ വീണു പോയത്. മക്കൾ സേഫ്റ്റിയാണ്, സുരക്ഷിതത്വമാണ് എങ്കിൽ ഞാൻ അവരുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അവർ കൊണ്ടുപോയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി സംസാരിച്ച് മാന്യമായ രീതിയിൽ കൊണ്ടുപോകണം എന്ന് പറയുവാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഷമ്മാസ് അങ്ങോട്ട് എത്തുന്നത്. പക്ഷേ അതിനു മുമ്പേ തന്നെ അവർ കൊണ്ടുപോയിരുന്നു. എന്നാൽ ആ സ്ത്രീയുടെ മനോവിഷമം കണ്ട് ശരിക്കും ഷമ്മാസ് സങ്കടപ്പെട്ടു. റബ്ബേ, ഓരോരുത്തർ അനുഭവിക്കുന്ന ഓരോ വേദനകൾ, യാതനകൾ, പടച്ച റബ്ബേ, എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും അവർ. അവരുടെ ജീവിതകാലം മുഴുവൻ സങ്കടമായിരുന്നു. കാരണം ഭർത്താവ് അത്തരക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വളരെ വിഷമകരമായ നിമിഷങ്ങളായിരുന്നു. എന്നാൽ എല്ലാം ഒന്ന് റെഡിയായി വന്നപ്പോഴേക്കും ഭർത്താവിനെ പോലീസ് കൊണ്ടുപോകുന്ന അവസ്ഥയും വല്ലാത്തൊരു അവസ്ഥ തന്നെ. ശരിക്കും ഷമ്മാസിനെ വിളിക്കുന്നു. ഇവരുടെ കൂടെയുള്ളത് അത് ഇവര് എന്താ പറയുക, ടെൻഷൻ കാരണം ആണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞ് നോക്കാം കേട്ടോ. ശരിക്കും ഷമ്മാസ് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹുവേ, പാവപ്പെട്ട സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഭർത്താക്കന്മാരുടെ പ്രശ്നം കൊണ്ട്, അതല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ. പക്ഷേ ഇവർ പാവം സ്ത്രീയാണ്, കണ്ടാൽ തന്നെ അറിയാം. ജീവിതത്തിൽ സുഖമെന്തെന്നത് അവരൊരു പക്ഷേ അനുഭവിച്ചിട്ടുണ്ടാവില്ല. തൻ്റെ ഭർത്താവ് അത് തോന്നിയ പോലെ നടക്കുന്നവരാണെങ്കിൽ അതിന് എത്രക്കത്തിന് സൗകര്യവും സുഖവും സമ്പത്തും സ്വത്തും ഉണ്ടായാലും മനസ്സമാധാനം എന്നൊരു സംഭവം ജീവിതത്തിലില്ലെങ്കിൽ ഒരിക്കൽ പോലും ആരുടെയും ജീവിതം സന്തോഷപൂർണ്ണമാവില്ല. കാരണം എന്തൊക്കെ തന്നെ ഉണ്ടായാലും ഭർത്താവ് മറ്റൊരുത്തിയുമായി നടക്കുക അല്ലെങ്കിൽ മറ്റു പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധം ഒരുത്തിയും സഹിക്കില്ല എന്നത് മാത്രമല്ല, അവരുടെ സമാധാനം അന്നത്തോടു കൂടി നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഷമ്മാസ് കാവല് നിന്നു അവർക്ക് വേണ്ടി. അതെ, അവർക്കുള്ളതെല്ലാം, എല്ലാ ട്രീറ്റ്മെൻറ്റുള്ള മരുന്നുകൾ, കാര്യങ്ങളെല്ലാം ഷമ്മാസ് കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നാൽ ഈ സമയം സത്താർ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ആലോചിച്ചുകൊണ്ട് കരയുകയാണ്. അല്ലാ, ഓൾക്ക് ആരുമില്ല റബ്ബേ, എൻ്റെ മക്കൾക്കും പഠിച്ചോനെ പാവം, ഒരുപാട് ഞാനായിട്ട് കഷ്ടപ്പെടുത്തിയതാണല്ലാ. റബ്ബേ, പഠിച്ചോനെ, പഠിച്ച റബ്ബേ, നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ അല്ലാ. കാരണം എൻ്റെ ഭാഗത്താണ് തെറ്റ് മുഴുവൻ. ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എന്നെക്കുറിച്ച് എന്തായിരിക്കും ഇനി പോലീസിൽ പരാതിപ്പെട്ടിട്ടുള്ളത്? ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കും. വളരെയധികം ശക്തമായ രീതിയിൽ ഉപദ്രവിക്കുകയാണ്. എന്നാൽ നാളെയാണ് അവരെ ഹാജരാക്കുന്നതത്രേ. ശരിക്കും എന്തായിരിക്കും അവർ പരാതി കൊടുത്തിട്ടുള്ളത്? സൗദി ഒരു കാലത്തെ മോഹിച്ചിരുന്നു, അത് ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ പിന്നീട് അവളെ മറ്റൊരാളുമായി വിവാഹം കഴിപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ അതിൽ നിന്ന് അതെല്ലാം മറന്നു പോയിരുന്നു. പക്ഷെ വീണ്ടും അവളുടെ ഉമ്മ കുഞ്ഞിക്കതിയ അവരാണ് എന്നെ വീണ്ടും വിളിച്ചു വരുത്തി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചതും പെൺമക്കളെ തനിക്ക് കെട്ടിച്ചു തരുമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് ഞാനും ആ വാഗ്ദാനത്തിൽ വളരെയധികം അങ്ങ് വീണുപോയി എന്ന് തന്നെ പറയാം. അവൻ ചെയ്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം ആലോചിച്ചു കണ്ണീരൊഴുക്കി. നല്ലൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചതാണ്,
പക്ഷേ എന്താ ചെയ്യുക, സാരല്ല. ശരിക്കും തൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർത്തപ്പോൾ സങ്കടം തോന്നി. ഓൾക്ക് സ്നേഹം ഞാൻ കൊടുത്തിട്ടില്ല, എപ്പോഴും വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ. പലവട്ടം കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, ഇക്ക നിങ്ങളെ മക്കളെ വിചാരിച്ചിട്ടെങ്കിലും തെറ്റിലേക്കൊന്നും പോവല്ലേ, നമ്മളെ മക്കൾ വളർന്നു വരല്ലേ, നിങ്ങൾ എന്താ ഇക്ക അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? നീ ഒന്ന് പോടി, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും. എല്ലാം നിനക്ക് തരാൻ കഴിയുമോ? അവളുടെ ഒരു മക്കളും അവളും. നിനക്ക് വേണമെങ്കിൽ ഇറങ്ങി പോവാം. ഞാൻ പലവട്ടം പറഞ്ഞതാണല്ലോ നീ എൻ്റെ പിന്നാലെ ഇക്ക ഇക്ക എന്ന് വിളിച്ച് നടക്കരുതെന്ന്. എന്നിട്ടിപ്പോൾ എൻ്റെ കാര്യം നോക്കാൻ വന്നിരിക്കുന്നു. ഇക്ക ഞാൻ പിന്നെ എങ്ങോട്ടാ പോവുക? എനിക്ക് ഇക്കക്ക് അറിയുന്നല്ലേ, നിനക്ക് നിൻ്റെ വീട്ടിൽ പോയിക്കൂടെ? ഇക്ക ഇല്ല, ഒരിക്കലുമില്ല. അവിടെ എൻ്റെ ആങ്ങളമാർ, അവരുടെ ഭാര്യമാർ, പ്രായമായ ഉപ്പ, ഒരിക്കൽ പോലും അവരെന്നെ പരിഗണിക്കില്ല. എന്ന് മാത്രമല്ല, ഈ ഉള്ള സ്ഥലത്ത് ഞാനിവിടെ മക്കളെയും കൂട്ടി നിന്നു. നിൽക്കണേന് കുഴപ്പമില്ല, പക്ഷെ ഇങ്ങോട്ട് ഉപദേശിക്കാൻ നീ വന്നു പോവരുത്, മനസ്സിലായല്ലോ? അതെ, സത്താർ ചെയ്തു കൂട്ടിയ ആ കാര്യങ്ങളെല്ലാം അവൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പാവൻ്റെ ഭാര്യ, അവൾക്ക് എന്നോട് അത്യധികം സ്നേഹമായിരുന്നു. ഊട്ടിയിൽ പോയപ്പോൾ പോലും പാവം അറിഞ്ഞില്ല അതൊരു ചതിയായിരുന്നു എന്നുള്ളത്. എന്താ ചെയ്യും, ഞാൻ തന്നെ ഇതിൽ ഞാനായിട്ട് വീണ് തന്നെ, വേറെ ആരെയും പറയണ്ട, വേറൊരു കുട്ടിയും പറയണ്ട. പക്ഷെ അവർ ഇത്രയും വലിയ ചതി എനിക്ക് തരുന്നെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും അവന് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ അതെ ഷമ്മാസിനെ സിസ്റ്റർ വിളിച്ചു. അതെ, ഈ പേഷ്യൻറ്റിന് ഇതിനു മുമ്പായിട്ട് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. എന്ത്? അല്ല, അവർക്ക് എന്തൊക്കെയോ ഒരു ഇതൊക്കെ ഉള്ളതുപോലെയുണ്ട്. ഡോക്ടർ പറഞ്ഞ് മൊത്തത്തിലൊരു ചെക്കപ്പ് ചെയ്യേണ്ടി വരുന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇപ്പോൾ തൽക്കാലം അതിനുള്ള ഒരു മെഡിസിൻസ് കൊടുത്തിട്ട് അവരെ ആ ഒരു ബോധരഹിതയാക്കി ശരിക്കൊന്ന് റിലാക്സ് ആണ് രീതിയിലാക്കിയിട്ട് ഞങ്ങൾ പിന്നീട് വരാം. കൊച്ചു മക്കളൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്കങ്ങനെ പറയാം, പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. എന്തായാലും ഇവരുടെ അസുഖക്കാര്യം അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ സാറ് വന്നതിന് ശേഷം നിങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് അതാ സിസ്റ്റർ അങ്ങോട്ട് പോയി. എന്നാൽ ഷമ്മാസ് ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ ആ മക്കൾക്ക് പിതാവില്ല, എന്നാൽ ഉമ്മയും ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ആ മക്കളുടെ കാര്യത്തിൽ അല്പം ടെൻഷനുള്ള കാര്യം തന്നെയാണ്. റബ്ബേ യാതൊന്നും ഉണ്ടാവരുതേ അല്ലാ. സത്താറിൻ്റെ ഭാര്യ ICUവിലാണ്. രാത്രി പകുതി കഴിഞ്ഞു സമയം. അതെ, ഷമ്മാസ് ഉമ്മയോട് വിളിച്ച് പറയുകയാണ് കാര്യങ്ങൾ. ഒരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കളെങ്ങാനും വിഷമിക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ ICUവിൻ്റെ മുമ്പിൽ ഒരു ചുവന്ന ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നു. അകത്ത് മിണ്ടാതെ ഇരുന്നാലും ശബ്ദങ്ങൾ നിറഞ്ഞ ഒരു ലോകം. ബീപ്പ് 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 എന്നുള്ള ആ ശബ്ദം, അത് ഹൃദയത്തിൻ്റെ റിതം കാണിക്കുന്ന മോണിറ്ററിൻ്റെ ശബ്ദം. അവിടെ ഒരു ബെഡിൽ ജീവനും മരണവും തമ്മിൽ പോരാടിക്കൊണ്ട് കിടക്കുന്നത് നജുമുന്നീസ അത് കാണുന്നു. റബ്ബേ, അല്പമൊന്ന് ബോധം റെഡിയായപ്പോൾ അതാണ് കാണുന്നത്. എന്നാൽ ഡോക്ടർ വിളിച്ചു, നജ്മ. അവളുടെ മുഖത്ത് ഓക്സിജൻ്റെ മാസ്ക് ഉണ്ട്, കൈകളിൽ സൈലൻറ്റ് ട്യൂബുകൾ, നെഞ്ചിൽ വയറുകൾ ചേർത്ത് കെട്ടിയ ECG ലീഡുകൾ, വായുവിൽ ഒരു പ്രത്യേക മണം, മരുന്നുകളുടെ ഗന്ധം, അണുനാശിനികളുടെ കഠിനത. സിസ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അതെ, ആ പേഷ്യൻ്റ് ശരിക്കും മരണത്തോട് മല്ലിടുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. BP ചെക്ക് ചെയ്തോ? ഇഞ്ചക്ഷൻ റെഡിയാക്കോ? പൾസ് ഡ്രോപ്പ് ആകുന്നു. അങ്ങനെ പല പല ശബ്ദങ്ങൾ. അവൾ ബോധമില്ലാതെ, എന്നാൽ ബോധം കുറച്ചുണ്ടാനും ആ ഒരു രീതിയിലാണ് അവളുടെ മനസ്സിൽ ഓടുന്നത് ഒരു ദൃശ്യം മാത്രം. അതെ, അവളുടെ ജീവിതം തകർന്ന നിമിഷങ്ങൾ. ഇല്ല, എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞ് കരയുന്ന നിമിഷങ്ങൾ. അവളുടെ ഭർത്താവ് അതെ ആ പോലീസ് ജീപ്പിൽ അദ്ദേഹത്തെ പിടിച്ചു വലിച്ച് കയറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്നത്. കണ്ണുകളിൽ വേദനയും അവളോട് നോക്കി നിന്ന അവസാന നോട്ടവും. അതവളുടെ ഹൃദയം കീറിയ നിമിഷമായിരുന്നു. നജ്മ. ഭർത്താവിൻ്റെ അവസാന വാക്ക്. പഠിച്ചോനെ. ജീപ്പിന് പിന്നാലെ ഓടിത്തളർന്ന ആ സമയം. കാൽ തളർന്നു, ശ്വാസം മുട്ടി, അവസാനം അവൾ വീഴുകയായിരുന്നു. എന്നാൽ ആ നിമിഷമാണ് ഷമ്മാസ് അവിടെ എത്തിയത്. ആരെങ്കിലും വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അതെ, അവർ ആരും വന്നില്ല. അവിടെ ആരും ഉണ്ടായിരുന്നല്ല. അവളെ പിടിച്ചു ഉയർത്തി. അതെ, നേരെ വാഹനത്തിലേക്കിട്ട് കൊണ്ടുപോവുകയായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് സത്താറിൻ്റെ ഭാര്യയാണെന്ന്. അതെ, ഇത്ത കണ്ണു തുറക്കൂ. പക്ഷെ അവൾ മറുപടി പറഞ്ഞില്ല. നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഈ സമയം മോണിറ്റർ കാണിക്കുന്നു ഹൃദയമിടിപ്പ് നിസ്സാരമായിട്ട്. എങ്കിലും അവൾ ഷമ്മാസിനെ ഓർത്തു. റബ്ബേ പഠിച്ചോനെ, വീണ്ടും പുത്തൻ വീട് തറവാട്ടിലെ ആളുകളാണല്ലോ ഞങ്ങളെ രക്ഷിക്കാൻ വന്നിട്ടുള്ളത്. അല്ലാ റബ്ബേ. അവൾ ഒരു പാതി മയക്കത്തിലാണ്.
എന്നാൽ അവളുടെ തൊട്ടടുക്കൽ മറ്റൊരു ബെഡിൽ ഒരു യുവതി. അതെ, തൻ്റെ പ്രായമേ തോന്നുകയുള്ളൂ. അവൾ മരണത്തോട് പോരാടുകയാണ് വെന്റിലേറ്ററിൽ. ശ്വസനം പോലും മെഷീൻ്റെ സഹായത്തോടെ. അവളുടെ ഉമ്മ ഗ്ലാസ് വിൻഡോയുടെ പുറത്തു നിന്ന് കരയുന്നു. എൻ്റെ മോളെ രക്ഷിക്കണം. ആ ശബ്ദങ്ങൾ അവളുടെ ചെവിയിലെത്തുന്നു. ബീപ്പ് മെഷീൻ്റെ ശബ്ദം, ഡോക്ടർമാരുടെ വിളികൾ. ശരിക്കും നജ്മ വിചാരിക്കുന്നു, പഠിച്ചോനെ, എൻ്റെ മക്കള് റബ്ബേ, എൻ്റെ ഭർത്താവ്. അവൾ കണ്ണുകൾ ചെറുതായി ഒന്ന് തുറന്നു. മുകളിലായി വെളുത്ത ലൈറ്റ്. റബ്ബേ, ഞാൻ എവിടെയാണ് റബ്ബേ, ഞാൻ എവിടെയാണ്? അതെ, ഹോസ്പിറ്റലിലാണ് എന്നും തോന്നുന്നുണ്ട്. പക്ഷേ വേറെന്തൊക്കെയോ പല ചിന്തകളിലേക്കും കടന്ന് പോവുകയും ചെയ്യുന്നു. ഓർമ്മകൾ തിരിച്ചെത്തുകയാണ്. ഭർത്താവ്, പോലീസ്, ഓട്ടം, വീഴ്ച, അങ്ങനെ. പക്ഷേ അവനെവിടെ? തന്നെ രക്ഷിച്ച അദ്ദേഹം, അത് ആ ഷാമോൻ. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഓക്സിജൻ മാസ്ക് തടസ്സമാവുകയാണ്. ഒരു സിസ്റ്റർ ശ്രദ്ധിച്ചു. ഡോക്ടർ, പേഷ്യൻ്റ് റെസ്പോൺസിങ്. ഡോക്ടർ അടുത്തേക്ക് വന്നു. ക്യാം, ടെൻഷൻ വേണ്ട. എന്നാൽ ഒരു ഭാര്യയുടെ ഹൃദയം ഡോക്ടർക്ക് ശാന്തമാകാൻ കഴിയുമോ? അവൾ വീണ്ടും അടുത്തുള്ള ബെഡിലേക്ക് നോക്കി. ആ പെൺകുട്ടി ഇപ്പോൾ മോണിറ്റർ ലൈൻ സ്ലോ ആയി മാറുന്നു. ബീപ്പ് ബീപ്പ്. നീണ്ടൊരു ശബ്ദം. കോഡ് ബ്ലൂ. ഡോക്ടർ മറുപടി. CPR സ്റ്റാർട്ട്. ഡെഫിബ്രിലേറ്റർ റെഡി. അവൾ അതെല്ലാം കാണുന്നു. ജീവനും മരണവും തമ്മിലുള്ള പോരാട്ടം. റബ്ബേ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇങ്ങനൊരു നിമിഷം. അവളുടെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രം. അതെ റബ്ബേ, എന്നെ കൊണ്ടുപോലെ. എൻ്റെ മക്കൾ അനാഥായിരിക്കും. എനിക്ക് ജീവിക്കണം, എൻ്റെ മക്കൾക്കായി, എൻ്റെ ഭർത്താവിനായി. ICUവിൽ നിന്ന് അവൾ പ്രാർത്ഥിക്കുകയാണ്. പഠിച്ചവനെ അല്ലാ, നീ എനിക്ക് ശക്തി തരണേ അല്ലാ. ICUവിലെ ശബ്ദങ്ങൾക്കിടയിൽ ഒരു സ്ത്രീയുടെ മനസ്സിൽ വേദനയും സ്നേഹവും പ്രാർത്ഥനയും. തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും ഭർത്താവിനും വേണ്ടിയിട്ട്, അതിലുപരി തന്നെ സഹായിക്കുന്ന അത് ഷമ്മാസിന് വേണ്ടിയിട്ട്, പുത്തൻ വീട് തറവാടിന് വേണ്ടിയിട്ട് അവൾ കണ്ണീരോടെ ദ്വാ ചെയ്തു. എന്നാൽ ഈ സമയം മകനെ കാണുന്നില്ല. ഉമ്മ പുറത്തേക്ക് ഇറങ്ങി. അല്ലാ, മോളെ നുസിയേ. ആ ഉമ്മ. ഷാമോ വിളിച്ചിരുന്നടി? ഇല്ലമ്മ, അത് ഇന്ന് സ്റ്റേഷനിൽ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. ആ, അത് ശരി. മോനൊന്ന് വിളിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ച് നോക്കിക്കോളാം. അപ്പോൾ തന്നെ അതാ ഐഷുമ്മ ഫോൺ എടുത്തു. ഷമ്മാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. അല്ലാ, ഉമ്മയാണല്ലോ. ഉമ്മക്ക് വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഹലോ മോനെ, ഷാമോനെ എവിടെടാ? അല്ല, നീ സ്റ്റേഷനിൽ പോയോ? എന്തായി? ഉമ്മ, ഞാൻ സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. ആ ഒരു വഴിയിൽ. എന്താ മോനെ? അല്ലേ, അത് അവരുടെ ഇത്ത ഉണ്ടല്ലോ, സത്താർഖാൻ്റെ ഇത്ത അവിടെ വഴിയിൽ വീണ് കിടക്കുന്നൊരവസ്ഥയാണ് കണ്ടത്. ഞാൻ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച്. പഠിച്ചോനെ, എന്താ റബ്ബേ പറ്റിയത്? ഒന്നുമില്ലമ്മ, അത് ടെൻഷൻ കൂടി ആകെ തളർന്ന് വീണതൊക്കെയാണ്. മോനെ ഇപ്പോൾ ICUവിലാണ്. കുഴപ്പമൊന്നുമില്ലമ്മ, അത് എന്തൊക്കെ ചെക്കപ്പൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പഠിച്ചോനെ, ഉമ്മാൻ്റെ മോനെ, എന്തായാലും എൻ്റെ കുട്ടി അവിടെ നിൽക്ക്. കാരണം പാവമാണ്, ആരും ഇല്ലാത്തതല്ലേ കേട്ടോ. മോനെ, എനിക്കൊന്നുണ്ട് വരേനും. ഉമ്മ, തൽക്കാലം ഇപ്പോൾ ആർക്കും പ്രവേശനമില്ല, ഞാൻ അവിടെ പുറത്താണ്. എന്നാൽ ഷമ്മാസിൻ്റെ വാക്ക് കേട്ടത് ഉമ്മ പറഞ്ഞു. പൊന്നു മോനെ, എന്താ വെച്ചാൽ ചെയ്ത് കൊടുക്ക്, പാവങ്ങളാണ്, എന്താ ചെയ്യുക. ബാപ്പ ഏതായാലും അങ്ങനെ ആയിപ്പോയി. എന്നാൽ ഇപ്പോൾ മക്കളെ കാര്യത്തിൽ മോൻ വിഷമിക്കൊന്നും വേണ്ട. അവരോട് പറഞ്ഞേക്ക് വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ മക്കൾ സുരക്ഷിതമായിട്ട് നിൽക്കുന്നുണ്ട്. നുസി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവർക്കെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉമ്മാൻ്റെ കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞേക്ക് കേട്ടോ. എന്തൊക്കെ തന്നെ പഠിച്ചോനെ, ഒന്നുമില്ല ഞാൻ മതിയായിരുന്നു. എന്നാൽ ഐഷുമ്മ മക്കളെ അതാ അറിയിച്ചില്ല. മക്കളെ ഇവിടെ വരി, പഠിച്ചോനെ, എല്ലാവർക്കും അതാ ഐഷുമ്മ ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. മോളെ നുസിയെ. ആ ഉമ്മ, പിന്നെ ഇവരെ ഉമ്മേ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. ഒന്നുമല്ല, ടെൻഷൻ കൊണ്ടായതാണല്ലോ, പാവം ഒരുപാട് സഹിച്ചതല്ലേ. അപ്പോൾ എന്തൊക്കെ തന്നെ ഷാമോൻ അവിടെ ഉണ്ട്. തന്നെ ഉമ്മ, എന്താ പറ്റിയതാവല്ലേ? ഒന്നുമില്ല, മൂപ്പര ജയിലിക്ക് പോലീസ് കൊണ്ടുപോയപ്പോഴേ ആകെപ്പാ ടെൻഷനായിട്ട് ഇടങ്ങാറായിട്ടാണ്. പഠിച്ചവനെ, ഒന്നുമില്ല ഞാൻ മതിയായിരുന്നു. അല്ലാ. എന്നാൽ ആ രാത്രി മുഴുവൻ ഷമ്മാസ് അവിടെ ICUവിൻ്റെ തൊട്ടടുത്തായിട്ട് കാവലിരുന്നു. അത് ഒന്നും പ്രതീക്ഷിക്കാതെ. ചുരുക്കി പറഞ്ഞാൽ അത് അന്ന് സത്താർ പറഞ്ഞ ആ വാക്കുകൾ തലേ ദിവസം. ഷാമോനെ, എടാ
എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ ഓരെ സംരക്ഷിക്കണം കേട്ടോ. ആ ഒരു വാക്കായിരുന്നു. ഷമ്മാസ് അവിടെ തന്നെ ഇരുന്നു അവർക്ക് വേണ്ടി. അതെ, അവർക്കുള്ള ട്രീറ്റ്മെൻറ്റുള്ള മെഡിസിൻസ് കാര്യങ്ങൾ എല്ലാം വാങ്ങിച്ച് കൊടുത്തു. അവർക്കുള്ള ടെസ്റ്റ് കാര്യങ്ങൾ, അതിനുള്ള റിസൾട്ട് കാര്യങ്ങൾ, അതെല്ലാത്തിനും വേണ്ടിയിട്ട് അവൻ ഓടിപ്പാഞ്ഞു. അവൻ ഉമ്മ പറഞ്ഞ വാക്കുകൾ ഓർത്തു. പൊന്നു മോനെ, നമ്മൾ ആർക്കെങ്കിലും ഉപകാരം ചെയ്താലേ അതുണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ എന്തൊക്കെ തന്നെ വാങ്ങി കൂട്ടി വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. വലിയ വലിയ വീടുണ്ടാക്കണ്, വണ്ടി വാങ്ങണ്, നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണ്. പൊന്നു മോനെ, അതൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ബിസ്മി ചൊല്ലി എല്ലാത്തിനും ഒരു സാക്ഷി വേണം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് എന്തൊരു നല്ല കാര്യം ചെയ്താലും അത് പടച്ചോന് അവിടെ എഴുതി വെക്കും. അതെ, അത് മലക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ടാവും വലത് ഭാഗത്ത്. നല്ല കാര്യങ്ങൾ ചെയ്ത്, അതല്ല നമ്മൾ തെറ്റെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ. അപ്പം നമുക്ക് എന്താണ്, നമ്മൾ മരണപ്പെട്ടു പോയത്, നമ്മൾ ഇത്രയും വലിയ വാഹനങ്ങൾ, ഷോപ്പുകൾ, വലിയ വീടുകൾ ഒന്നും ഉണ്ടാക്കിയതോ നമ്മൾ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളോ സ്വർണമോ മുതലോ സ്വത്തോ നമ്മുടെ കൂടെ പോരൂല. 3 കഷ്ണം തൂതിനേ പോരുള്ളൂ. ആ എൻ്റെ പൊന്നാര മോനെ, പക്ഷേ നല്ലതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല നീയത്തോടു കൂടി നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് എഴുതപ്പെടും. അത് നമുക്കുണ്ടാവും. അതേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ആഖിറത്തേക്ക് വേണ്ടി നല്ലോണം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യ മോനെ. ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞ ഷമ്മാസിനെ അതെ ഉറക്കം പോലും ഇല്ലാതെയായി. അതെ, സഹായിക്കണം. ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് എല്ലാവരെയും സഹായിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഷമ്മാസിന് അത് വലിയൊരു സന്തോഷവുമായി മാറുകയായിരുന്നു. എന്നാൽ ആ രാത്രിയിൽ ഐഷുമ്മ ആ മക്കളെ തൻ്റെ കൂടെ തന്നെ കെടുത്തി. റബ്ബേ, ഉമ്മയും ബാപ്പയും ഇല്ലാത്ത മക്കളെ പോലെയാണ്. ഉമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ, ഉപ്പയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ. റബ്ബേ റഹ്മാനെ, ഈ മക്കൾക്ക് നീ പഠിച്ചവനെ ഹൈറും ബർക്കത്തും കൊടുക്ക്, സമാധാനം കൊടുക്ക് റഹ്മാനെ. പാവം മക്കളെ, എന്തൊക്കെ തന്നെയാലും മക്കൾ അനാഥമാവുക എന്ന് വെച്ചാൽ അത് റബ്ബെ ഒരിക്കൽ പോലും ആലോചിക്കാൻ പറ്റാത്തതാണ്. എന്നാൽ ഈ സമയം സൗദയുടെ എളാമ, അതെ ഹഫ്സ, അവരുടെ പിതാവിനെ നോക്കിക്കൊണ്ട് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ അവളാണെങ്കിൽ പഠിച്ചോനെ ആ പുത്തൻ വീട് തറവാട്ടത്തിലെ ജോലികളെല്ലാം വളരെയധികം നല്ല രീതിയിൽ ചെയ്ത് കഴിയുകയാണ്. സത്യം പറഞ്ഞാൽ വല്ലാത്ത ഒരു പെണ്ണാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഐഷമ്മ തന്നെ അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ പാവ, ആ പെണ്ണിൻ്റെ വെടുപ്പും വൃത്തിയും റഹ്മാനെ വല്ലാത്തൊരു ഇതന്നെയാണ്. എന്തൊക്കെ തന്നെയാണ് നല്ലൊരു പെണ്ണും. പഠിച്ചോനെ ഏതായാലും ഓളമ്മാനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് എത്ര ആണ് നല്ലത്. ആ പിതാവിനെ എങ്ങനെയാണ് വെച്ചാൽ നോക്കുന്നത്, മക്കളെ നോക്കുന്നത്, എല്ലാവരും നോക്കുന്നത്. പോരാത്തതിന് സൗദൻ്റെ കുട്ടിനെ നല്ലോണം എടുത്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഷമ്മാസിൻ്റെ കുട്ടിയെയും. എന്നാൽ നുസൈബക്ക് അതാ മെഡിക്കൽ കോളേജിലേക്ക് ഇനി അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും ചെല്ലണം എന്നുള്ള രീതിയിലായപ്പോൾ അതാ ഹഫ്സ ഉമ്മ പറയുന്നു, അതേ മോളെ നുസിയെ, മോള് പൊയ്ക്കോ കോളേജിലേക്ക്, ഞാൻ നോക്കിക്കോളാം മക്കളെ. അതെ പൊന്നു മോളെ ഞാൻ നോക്കിക്കോളാം, അതൊന്നും വിഷയാക്കണ്ട, 2 പേരെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. നിങ്ങൾ പൊയ്ക്കോളി, എനിക്കിപ്പോൾ എൻ്റെ മക്കളെ പോലെ തന്നെയല്ലേ. എന്നാൽ നുസൈബയോട് ആ ഒരു ചോദ്യം, ആ ഒരു വാക്കുകൾ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ നുസൈബയുടെ മനസ്സിൽ അത് കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും അതിലേറെ സന്തോഷവും കൂടി തോന്നി. ഒന്നാമതായിട്ട് കുഞ്ഞിനെ വിട്ട് അത് പഠിക്കാൻ പോകുന്ന ആ ഒരു സങ്കടം, രണ്ടാമതായിട്ടാണെങ്കിൽ പഠനം പൂർത്തിയാക്കാൻ പോകുകയാണല്ലോ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ആശ്വാസവും. എന്തൊക്കെ തന്നെയാലും ഷമ്മാസ് പറഞ്ഞിരുന്നു, കാരണം ഇനിയും ഓൺലൈൻ പഠനം പറ്റില്ല, ഇനി പ്രാക്ടിക്കലായിട്ടൊക്കെ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരിക്കലും ഇനി നടക്കില്ല, ട്രെയിനിങ് അതൊക്കെ അവിടെ ചെല്ലണം എന്ന് പറഞ്ഞിരുന്നു. ഷമ്മാസിന് ടെൻഷനായിരുന്നു. റബ്ബേ, ഉമ്മ എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എന്നൊക്കെ വിചാരിച്ച്. ഞാനും നോക്കിക്കോളാം, ഉമ്മയും നോക്കിക്കോളാം. പക്ഷേ എന്നാൽ അപ്പോഴേക്കുമാണ് നമ്മുടെ ഹഫ്സ ഉമ്മയും സൗദിയും ഒക്കെ ആ തറവാട്ടിലേക്ക് കടന്നു വന്നതും. എന്നാൽ ആ തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും ഹഫ്സ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നുസൈബയെ പോലും അവൾ ജോലിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. മോളെ ഞാൻ ചെയ്തോളാം, എന്നാലും ഞങ്ങൾക്കൊരിടം നൽകിയല്ലോ നിങ്ങൾ, ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ട പോലെയല്ലല്ലോ, നിങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചല്ലോ. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, മക്കളെ ഇൻഷാ അള്ളാ വൈകാതെ തന്നെ നിങ്ങൾക്കൊരു കിടക്കാനൊരിടം ഞാൻ ഉണ്ടാക്കിത്തരാം. ഇവിടുന്ന് അധികം വിട്ടു പോകുന്നില്ലാത്ത ഈ ഒരു രീതിയിൽ തന്നെ. സത്യം പറഞ്ഞാൽ അവൾക്ക് അത്ഭുതം തോന്നി. ഉമ്മ, അതേ മോളെ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട,
ഇങ്ങക്കുള്ളത് നമ്മൾ ആക്കിത്തരും, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. എന്നാൽ അതെല്ലാം കേട്ട് അബൂബക്കർക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എടീ ഹഫ്സ, ആ എന്തേ ഇക്ക? ഹഫ്സ, ഏതായാലും വല്ലാത്തൊരു വീട്ടുകാരാണവർ. നമ്മൾ ഇത്ര ദിവസം ഇവിടെ നിന്നിട്ടൊന്നും ഒരു വെറുപ്പൊന്നും കാണിക്കാതെ, സത്യം പറഞ്ഞാൽ. എന്നാൽ അബൂബക്കർക്ക് പറയുന്നത് ഐഷുമ്മ കേട്ടു. ഇക്ക, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സമ്പത്ത് തരുന്നത് എന്തിനാ? നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും കഴിയാനല്ല, അത് മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടുമൊക്കെ. അത് നിങ്ങളുടെ അവകാശം തന്നെയാണ്. നിങ്ങൾക്ക് വീടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആളുകൾ ഇറക്കിയിടുന്നുണ്ടെന്നെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ. പിന്നെ പോരാത്തതിന് ഷാമോനെ ഒന്ന് നാളെ അളക്കാൻ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് ഒരു വീട്. എന്നാൽ ആ പിതാവ് പറഞ്ഞു, എന്തിനാണ് ഞങ്ങൾക്ക് ഇത്രയധികം? അങ്ങനെയല്ല, നിങ്ങൾക്കും മക്കൾക്കും ജീവിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കടങ്ങളൊന്നും വീട്ടാനൊന്നും. നിങ്ങൾ എന്താ പറയുന്നത്? കടങ്ങളൊന്നല്ല, അത് നമ്മൾ എടുത്തു തരികയാണ്, അത് നിങ്ങളുടെ അവകാശം തന്നെയാണ്. ഇൻഷാ അള്ളാ വൈകാതെ നിങ്ങൾക്കും മക്കൾക്കും ജീവിക്കാൻ നല്ലൊരു വീട് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അതുവരെ നിങ്ങൾക്ക് ഇവിടെ സുഖസുന്ദരമായി കഴിയുക. നിങ്ങൾ ആരും ഇവിടെ നിന്ന് ആട്ടാണ്ടാവില്ല കേട്ടോ. നല്ല രീതിയിൽ നിന്നോളി, എല്ലാവർക്കും സന്തോഷമാണ്. എന്നാൽ നമ്മുടെ നുസൈബയും അതുപോലെ തന്നെ അവൾക്കും ഒത്തിരി സന്തോഷം തന്നെയായിരുന്നു. കാരണം അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ഐഷമ്മയോടൊപ്പം കൂടി അവളും അതൊക്കെ അങ്ങ് പഠിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ രാത്രി പുലർന്നു. അതാ പിറ്റേന്ന് 9 മണിയോട് കൂടി അതാ ഒരു ദിവസം മുഴുവൻ ലോക്കപ്പിൽ കിടന്ന സത്താർ ശരിക്കും അങ്ങ് അവശനായിട്ടുണ്ട്. മര്യാദ കുടിക്കുവാൻ പോലും വെള്ളം കൊടുക്കാത്ത രീതിയിൽ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അവൻ്റേത്. ശരിക്കും അവനങ്ങ് തളർന്നു പോയി. അവൻ്റെ ദേഷ്യവും അവൻ്റെ ആ ഒരു ഉഷിരും അതെല്ലാം തികച്ചും ചോർന്നു പോയ രീതിയിലാണ്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ കുഞ്ഞിക്കതിയെയും മോള് ഹസീനയും വരുന്നു. അവൻ ലോക്കപ്പിൽ കിടക്കുന്നത് കണ്ട അവൾ വായ പൊത്തിച്ചിരിച്ചു. ഉമ്മ അങ്ങോട്ട് നോക്കി. ഒരുത്തൻ എന്തേനു ഉഷാറ്, എൻ്റെ ഫോണ് പിടിക്കലും അങ്ങനെയും ഇങ്ങനെയും എന്താന്നില്ലാണ്ട് ഒഴിഞ്ഞു പോയത് നന്നായി. ലോക്കപ്പിൽ അവശനായി കിടക്കുന്ന അവനെ കണ്ട് കുഞ്ഞിക്കതിയ വാ പൊത്തി ചിരിച്ചു. പഠിച്ചോൻ ഇങ്ങനെ ആയോ, എന്തൊരു ഉഷാറുള്ള ആളേനോ. പിന്നെ ഓലെ രക്ഷിക്കാൻ പോകലും അങ്ങട്ടാക്കലും ഇത്ര പെട്ടെന്ന് നമ്മൾ പൂട്ടെന്ന് വിചാരിച്ചില്ല. ഓൻ്റെ വിചാരം ഓനെ നമുക്ക് കണ്ട് വിലസി ഓനെ സമ്മതിക്കുന്ന എന്താന്നില്ലേ. ചെറിയൊരു വശപ്പശയൊക്കെ തുടങ്ങിയേനു. എന്താന്നില്ലേ പറയാൻ പറ്റൂല. ഇനിയിപ്പോൾ മറ്റോളപ്പോൾ കൂടികാണ്ടേ അവനവിടെ കിടക്കട്ടെ, നല്ലോണം കിട്ടണം. ഇത് നല്ല മട്ടത്തിൽ എഴുതി കൊടുത്തിട്ടില്ലേ ആ കടലാസ് അവിടെ അടിക്കാം. ശരിക്കും അതാ അവർ വന്നപ്പോൾ അവർ പരാതിക്കാരെ സ്വീകരിച്ചു. എന്താണ് നിങ്ങൾ അതെ, സത്താറിൻ്റെ മുഖത്തേക്ക് നോക്കി ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എന്താ ഈ പോസ്കോ കേസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഭാര്യയൊന്നും ഇല്ലേ? അതോ വെറുതെ? എന്നാൽ സത്താർ ശരിക്കും ഞെട്ടിപ്പോകേ. ഞാനോ? നിങ്ങളെന്തീ പറയുന്നത്? പെട്ടെന്ന് ഹസീന കരഞ്ഞുകൊണ്ട്, ഹസീന പറയൂ, എന്താണ് ഇവൻ നിങ്ങളെ ചെയ്തത്? ഹസീന കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത്താത്താനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ആദ്യേ വരും. എന്നാൽ അതിനിടയ്ക്ക് എപ്പോഴും എന്നെ ഇയാൾ ഉപദ്രവിക്കുമായിരുന്നു. ഞാൻ പലതവണ അതിൽ നിന്ന് എതിർത്ത് മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാൾ എന്നെ പിന്നെയും എന്നിട്ട് എന്തായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്? പോലീസിൻ്റെ ആ ഒരു ചോദ്യം കേട്ട് അതാ അവൾ ഞെട്ടിത്തെരിച്ചു. ഇതുവരെ അതിനുള്ള അവസരമോ? അതൊക്കെ അപ്പൊക്കൊപ്പം പറയണ്ടേ? നീ നിൻ്റെ ഉമ്മയോട് പറഞ്ഞോ? എന്നോട് പറഞ്ഞിട്ടില്ലേ. എന്നോട് എന്താ പറയാൻ? എന്നോട് പറഞ്ഞിട്ടില്ല. പലതും അവിടെയും ഇവിടെയൊക്കെ കണ്ടക്കണം. ഞാൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നീ ആദ്യം തന്നെ പറയണ്ടേ? സത്യം പറയണം. ഇവിടെ കളവ് പറയാൻ പാടില്ല. പോലീസ് സ്റ്റേഷനാണ്, സത്യം മാത്രം പറയാം. എന്നാൽ സത്താർ എഴുന്നേറ്റ് പറഞ്ഞു, ആരാടി നിന്നെ പീഡിപ്പിച്ചത് എന്നുള്ള ആ ഒരു വാക്ക് കേട്ട് സൈലൻറ്റ് സ്റ്റോപ്പ്. എസ് ഐ പറഞ്ഞു, അടങ്ങിയിരിക്ക്, നിനക്കുള്ള ഊഴായിട്ടില്ല, ആദ്യം ഇവരോട് ചോദിക്കട്ടെ. പൊന്നു സാറേ, അതുണ്ടല്ലോ, എൻ്റെ താത്താനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും. താത്താനെ കെട്ടണം എന്ന് പറഞ്ഞാൽ എടുക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ നീ പറ. ഞാൻ അവിടെ ഇരിക്കുമ്പോഴും ഞാനവിടെ നിൽക്കുമ്പോഴൊക്കെ എന്നെ ഉപദ്രവിക്കാനൊക്കെ വേണ്ടി പലതവണ. എന്നിട്ട് നിനക്കെന്താ പ്രതികരിക്കാൻ കൈയില്ലേ, കാലില്ലേ, നാവില്ലേ? മിണ്ടാതെ അങ്ങ് നിന്ന് കൊടുത്തു അല്ലേ? അതെനിക്കറിയില്ലായിരുന്നു അന്ന് അങ്ങനെ. അറിയില്ല, ഇപ്പോഴറിയോ? ഇപ്പം എന്താ പ്രശ്നം?
ഇപ്പോൾ എന്താ അന്ന് എന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതാണ്. ഇപ്പോൾ നിങ്ങൾ ആരാണ് ഇവരുടെ? ഇപ്പോൾ എൻ്റെ ഭർത്താവ്. ഭർത്താവ് എന്തായാലും ഭർത്താവായി പോയല്ലോ, ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ. അത് എനിക്ക് നീതി കിട്ടണം. എന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയായിരുന്നു. എന്നിട്ട് അത് എൻ്റെ എവിടെ കുഞ്ഞെവിടെ? കുഞ്ഞിനെ ഞാൻ അപ്പോൾ അതിനൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട്. എന്തിനാണ്, കളവാണോ നിങ്ങൾ പറയുന്നത്? അല്ല സർ, എന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയേക്കണ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ തന്നെയാണ് നീതി കിട്ടണം. ഇയാളെ പുറത്ത് വിടാൻ സമ്മതിക്കുള്ള നഷ്ടപരിഹാരം കിട്ടണം. എൻ്റെ ജീവിതം തകർത്തവനാണ് അയാൾ. അതെ, പല രീതിയിലും പല പെണ്ണുങ്ങളുമായിട്ടും പല ബന്ധങ്ങളുള്ളതാണ് അയാൾ. എന്നാൽ ഇതെല്ലാം കേട്ട് സത്താറിൻ്റെ രക്തം തിളച്ചു. ആരടി, ആർക്കടി ബന്ധം? നോ സ്റ്റോപ്പ്, നീ മിണ്ടരുത്, നിനക്ക് മിണ്ടാൻ പാടില്ല ഇവിടെ. ചോദ്യം ഇവരോടാണ്, ഇവരാണ് പരാതിക്കാർ. അതെ, നിനക്ക് മിണ്ടാനും പറയാനുണ്ടെങ്കിൽ അങ്ങ് കോടതിയിൽ അവിടെ പറയാം. ഇപ്പോൾ തൽക്കാലം നിനക്കുള്ളത് ഞാനങ്ങ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് സത്താറിൻ്റെ റൂമിലേക്ക് അത് എസ് ഐ കടന്ന് കയറുന്നു. എന്താടാ, എന്താ എന്താ നിനക്ക്? നീ ചെറിയ കുട്ടികളെയൊക്കെ വെറുതെ വിടില്ലല്ലേ സാറേ? എല്ലാവരും പറയുന്നത് സത്യമാണ്, നിങ്ങൾ വിശ്വസിക്കരുത് സാറേ. ഇതല്ല, അതിനപ്പുറം അവർ പറയും. അത് മൊഴി മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും പറഞ്ഞത് അവർക്ക് പറയാൻ കഴിയില്ല. ആഹാ, നീ പോലീസുകാരനോട് ഇങ്ങനെ പറയുന്നുണ്ടോ? തരക്കേടില്ലല്ലോ. അതെ, ലോക്കപ്പിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. കാലിൻ്റെ മുട്ട് രണ്ടും അടിച്ചൊടിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് ആക്കി വെക്കും. മനസ്സിലായല്ലോ? അതെ, ഇവിടെ പറയാൻ ഞങ്ങളുണ്ട്. തൽക്കാലം നീ മിണ്ടരുത്. ഏതായാലും കേസ് മറ്റതല്ലേ സാറേ. ദയവായി എന്നെ കുടുക്കിയതാണ്. ഒരിക്കലും ഞാൻ കുടുക്കിയവൻ. എന്താ, നീ കൊച്ചു കുട്ടിയാണ് കുടുക്കാൻ? അല്ല സാറേ, അവർ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്നിട്ട് ഞങ്ങൾ ഉപദ്രവിക്കാറാണ് പതിവ്. പിന്നെ എന്തിനാടോ? പിന്നെ നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തോ ഒക്കെ ഒരു കഥ തന്നെ ഒക്കെ. അപ്പോഴേക്കും മറ്റൊരു സാർ അവിടെ നിന്ന് പറഞ്ഞു, സാറേ അവർ തമ്മിൽ ആദ്യമൊക്കെ വലിയ ഇതിലായിരിക്കും. പിന്നീട് അവർ തെറ്റിപ്പിരിയുമ്പോൾ പഴയ കാല ചരിത്രങ്ങളെല്ലാം അങ്ങോട്ട് തുറന്നു വിടും. മിക്ക പെണ്ണുങ്ങളുടെയും സ്വഭാവം അതാണ്. അതെ, അവരൊരുമിച്ച് പോവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, അവരുടെ ഇഷ്ടങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, ഇവർ പഴയ രീതിയിലുള്ള പഴയ കാല ചരിത്രങ്ങൾ അതങ്ങോട്ട് ഓപ്പണാക്കി വിടും. എന്നിട്ട് പെടുന്നവർ ഇതുപോലത്തെ ചെറ്റകളും. ഇവരത് ഓർക്കില്ല. ഇവരെ വിചാരം ഭയങ്കര വിശ്വസിച്ച് നിൽക്കുകയാണെന്നാ. ഇപ്പോൾ എന്തായി? ശരിക്കും അത് അയാളുടെ ആ പോലീസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സത്താറിന് തോന്നിപ്പോയി, ശരിയാണ്, സത്യമായിട്ടും ശരിയാണ്. അത് ഇവരെന്നെ ചതിക്കുകയായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ അവരുടെ ബന്ധത്തിന് വിചാരിച്ചതല്ല. പക്ഷെ അപ്പോഴേക്കും ആ തള്ളയും മോളും പിന്നെ സൗദയെ കെട്ടണം അങ്ങനെ പറയലും കല്യാണം, എന്നിട്ട് അതിനിടക്ക് പിന്നെ ഇവളെന്നെ കയറിങ്ങ് പ്രേമിക്കലും. എന്തായിരുന്നു മറ്റവളത്? എന്തൊക്കെ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അതാ മൊത്തത്തിൽ ഒരു വശപ്പിശക്. ഹസീന ഓരോന്ന് പറയുകയാണ്, നഷ്ടപരിഹാരം കിട്ടണം, അവരെ ജയിലിലിടണം, എന്നെ അത്രക്കും പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതെല്ലാം കേട്ട് സത്താർ വിചാരിച്ചു, റബ്ബേ ഇതെനിക്കുള്ള ശിക്ഷ തന്നെയായിരിക്കും. ഞാൻ അവരെയൊക്കെ, എൻ്റെ ഭാര്യയെയും മക്കളെയും അതെ അത്രക്കും വിഷമിപ്പിച്ചതിൻ്റെ ശിക്ഷയാണ് എനിക്ക് പഴച്ചോൻ തരുന്നത്. എന്നാൽ അതിനിടയിൽ അതാ സത്താറിനോട് എസ് ഐ പറഞ്ഞു, എടാ മതിയായ നിൻ്റെ കഴപ്പ്. അതെ, ഇനി ജയിലിൽ കിടന്നങ്ങോട്ട് നല്ലോണം ആസ്വദിക്ക് കേട്ടോ. അതിനിടയിൽ ഒന്ന് രണ്ടെണ്ണം അടിച്ച് നിന്നെ പറയിപ്പിക്കാണ്ട് അവിടെ നിൽക്കി, ഇവരൊന്നും മാറട്ടെ. എന്നാൽ അത് കേട്ടപ്പോൾ കുഞ്ഞിക്കതിയെയും ഹസീനയും മുഖം പൊത്തി ചിരിച്ചു. നല്ലോണം കിട്ടണം, കിട്ടിയാൽ പോരാ, പകുതി ജീവനായിടണം, അതാ വേണ്ടത്. ഇനി പോലീസിന് കുറച്ച് കൈക്കൂലി കൊടുത്താലും വേണ്ടില്ല, നല്ലോണം തല്ലിക്കണം. എന്താന്നില്ല, മറ്റോളെ കൊണ്ടേക്കാണ് ഓൻ്റെ വീട്ടിലേക്ക് രക്ഷിക്കാൻ. ഞാൻ ഇറക്കി വിട്ടോളെ ഓന് രക്ഷിക്കാൻ നടന്നിക്കുക. അതാണ് എനിക്ക് ദേഷ്യം. ഉമ്മ അത് മാത്രമൊന്നുമല്ല, എനിക്ക് സ്വസ്ഥതയും സമാധാനം തരുന്നില്ല ഫോൺ ചെയ്യാനും അതിനെന്തിനൊക്കെ. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളുണ്ടാവൂലേ. ഇനിയിപ്പോൾ ഭർത്താവ് വണ്ടി അരച്ച് കണ്ട് ബാക്കിയുള്ളവരോടൊന്നും മിണ്ടാതും പറയാതെ നിൽക്കേ എന്താന്നില്ലേ. എനിക്ക് ജീവിക്കണം നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി. അല്ലാതെ അയാൾ ഞാൻ നിക്കാഹ് ചെയ്തു എന്നൊക്കെ വിചാരിച്ച് കണ്ട് ഇങ്ങനെ കൂട്ടിലിട്ട് കിളിയെ പോലെ നിൽക്കാൻ നിന്നെക്കൊണ്ടാവില്ല. കുറച്ച് അനുഭവിക്കട്ടെ, അവിടെ ജയിലിൽ കിടന്ന് നിരകിക്കട്ടെ, അതാണ് വേണ്ടത്. ശരിക്കും കുഞ്ഞിക്കതിയും അതാ ഹസീനയും അതൊക്കെയാണ് ചിന്തിക്കുന്നതും പറയുന്നതും. എന്നാൽ ഈ സമയം അതാ ICUവിൻ്റെ മുമ്പിൽ നജ്മയുടെ കൂടെ ഷമ്മാസ് അങ്ങോട്ട് വന്നു. അത് ഇവരെ ആരൊക്കെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്, മക്കളൊക്കെ പറയുന്നുണ്ട്, ഭർത്താവിനെയൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. അല്ല, ഭർത്താവിനെയോ?
ജയിലിലാണ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, തൽക്കാലമൊന്നും പറയണ്ട. ആ അത് ഇൻഷാ അള്ളാ ഞാൻ പറയാം. ആ പേഷ്യൻറ്റിനോടൊന്ന് സംസാരിക്കാനേ ആയിക്കോട്ടെ. എന്നാൽ ഞാൻ ഉമ്മയൊന്ന് വിളിക്കാം കേട്ടോ. നിങ്ങൾ ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുമോ? ഞാൻ ഒന്ന് ഉമ്മയെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഐസിയുലല്ലേ, നോ പ്രോബ്ലം. എന്നാൽ ഷമ്മാസ് അപ്പോൾ തന്നെ വീട്ടിലേക്ക് തൻ്റെ വണ്ടിയുമെടുത്ത് പുറപ്പെടുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നാൽ ആ ഐസിയുയിൽ കിടന്നുകൊണ്ട് അതാ നജ്മ ആലോചിക്കുകയാണ്, റഹ്മാനെ, താങ്ങായും തണലായും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പുത്തൻ വീട് തറവാട്ടുകാർ, റഹ്മാനെ, അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ. അല്ലാ പഠിച്ചോനെ, എൻ്റെ ഭർത്താവ്, അവൾ അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ആലോചിച്ചുകൊണ്ട് വിതുമ്പിക്കൊണ്ടിരുന്നു. കാരണം അത്രയൊക്കെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും ഭർത്താവ് തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൻ്റെ ജീവനാണ്, തൻ്റെ പ്രാണനാണെന്ന് വിശ്വസിക്കുന്നവളാണ് നമ്മുടെ നജ്മ. എന്തൊക്കെ തന്നെയായാലും അവൾ രക്ഷപ്പെടണോ, ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം അവൾക്കും മക്കൾക്കും ഉണ്ടാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.